ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ വൈജയന്തി തിരിച്ച് നെടുമ്പുര വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ അവൾ എല്ലാം റെഡിയാക്കി താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മയോടും എല്ലാവരോടും യാത്ര പറയാനായിട്ട് വരികയാണ്. അങ്ങനെ അമ്മയോട് യാത്ര പറയുമ്പം അമ്മ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ മനസ്സിന്റെ ദുഷ്ടത കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും നല്ല രീതിക്ക് ജീവിക്കാൻ നോക്ക് വൈജയന്തി. ഓ, ഇനി അമ്മേന്റെ ഉപദേശത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ പോവാണ്, യാത്ര പറയാനായിട്ട് വന്നതാ. ഇത്രയൊക്കെ ആയിട്ടും മക്കളുടെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ എന്ന് അമ്മ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ടും അവൾ കുറ്റപ്പെടുത്തുന്നത് വീണ്ടും അലിനയെയും അതുപോലെ തന്നെ ബാലചന്ദ്രനെയും മാത്രമാണ്. സ്വന്തം തെറ്റ് മാത്രം അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല. എന്തായാലും നീ ഇപ്പോൾ പോകാൻ നോക്ക് എന്നൊക്കെ വൈജയന്തിയോട് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് തിരിഞ്ഞ് അമ്മേനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അമ്മ ഞാൻ എന്തായാലും ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം, ഞാനല്ലേ നിങ്ങളെ മര്യാദയ്ക്ക് നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതായത് നെടുമ്പുര വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അമ്മയാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മകൾക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നണേ ഭഗവാനെ, ഇനിയെങ്കിലും അവളൊരു പ്രശ്നമില്ലാതെ നല്ല രീതിക്ക് അവരുമായിട്ട് ജീവിക്കാൻ പറ്റണേ അവൾക്ക് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും അതുപോലെ തന്നെ അലിനെയും ആണ് കേട്ടോ. അവർ യാത്ര ചെയ്ത് തളർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാർ ഒരു കായൽക്കരയിൽ നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാലചന്ദ്രൻ നന്നായിട്ട് നെടുവീർപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ സ്ഥലം എത്തിയോ, ഇതാണ് നമ്മളുടെ സ്ഥലം? അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല മോളെ, ഇതല്ല നമ്മുടെ സ്ഥലം, ഞാൻ ആകെ ക്ഷീണിച്ചു പോയി, അപ്പോൾ ഒന്ന് നെടുവീർപ്പിടാന്ന് വിചാരിച്ചു. അങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖം കാണുമ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ബാലചന്ദ്രൻ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ തോന്നിയോ? എന്നാൽ എനിക്ക് വിഷമമുണ്ട്. അച്ഛൻ എന്നെ ആലോചിച്ചിട്ടാണ് ഇത്ര വിഷമം? അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, എനിക്ക് നിന്നെ ഓർത്തിട്ടാണ് വിഷമം. എന്നിട്ട് ബാലചന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇനി എന്തായാലും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. അങ്ങനെ എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയാണ് കേട്ടോ. മോളെ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അത് ആരാണെന്ന് നിനക്കറിയാമല്ലോ. പണ്ട് വൈജയന്തി അങ്ങ് ആഗ്രയിൽ വെച്ച് ഒരാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ സ്റ്റാൻലി ജോസഫാണ്. അത് കേൾക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഷോക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിനക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരണ്ടല്ലോ. അന്ന് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ഇല്ലാത്ത സമയം നോക്കിയിട്ട് അവളെ നാട്ടിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ ചെയ്തത് എല്ലാവരും. അന്ന് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. സ്റ്റാൻലി ആണെങ്കിൽ അവൾക്ക് അവിടെ ഒരു ജോലിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. അത്രയും അധികം സ്വാധീനമുള്ള ഒരാളാണ് സ്റ്റാൻലി. അതുപോലെ തന്നെ ഭയങ്കര കോടീശ്വരനുമാണ്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, ഇനി ബാക്കി ഞാൻ പറയണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ അലീന തറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് അച്ഛൻ തന്നെ കൊണ്ടാക്കുന്നത് എന്നുള്ളൊരു സത്യം അവൾ തിരിച്ചറിയുമ്പോൾ ഉള്ളൊരു അവസ്ഥ, അത് വളരെ ഒരു ദയനീയമായൊരു അവസ്ഥയാണ് കേട്ടോ. എന്താ സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അവൾക്ക് അറിയില്ല. എന്നിട്ട് ബാലചന്ദ്രൻ അവളോട് പറയുന്നുണ്ട്, സ്റ്റാൻലി ആരാന്ന് നിനക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ പപ്പയാണല്ലോ അച്ഛാ. അതെ, നിൻ്റെ പപ്പയാണ്. അത് കേൾക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഷോക്കാവാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? നിനക്ക് എന്തായാലും അറിയാലോ, ഒരു അമ്മ ഉണ്ടാകുമ്പോൾ നിനക്കൊരു അച്ഛൻ ഉണ്ടാവില്ല. അത് എവിടെയെങ്കിലും ആണെങ്കിൽ പോലും നിനക്കൊരു അച്ഛനുണ്ട്. ഇപ്പം നിൻ്റെ കൺമുന്നിൽ കാണാൻ പോവല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല അച്ഛാ, എനിക്കെന്തോ പേടി തോന്നുകയാണ്. നീ നോക്ക്, നിനക്ക് ആ വീട് വിട്ട് പോകണമെന്ന് നീ പറഞ്ഞു, പക്ഷെ ഞാൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുവിട്ടോ? ഇല്ല, ഞാൻ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്താണ് നിന്നെ കൊണ്ടുവിടുന്നത്. എന്ന് വെച്ച് ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇതാ നിങ്ങളുടെ മകൾ, നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്റെ സന്തോഷം മാത്രമാണ് വലുത്. നിന്നെ കൊണ്ടുവിടാൻ എനിക്കൊരു താല്പര്യമില്ല മോളെ, പക്ഷെ നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെയും കൊണ്ട് പോകുന്നത്. അതും ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛനോട് ഇതുവരെ ഈ സത്യം പറയാഞ്ഞത്? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഷോക്കായി പോകും. എന്തായാലും നീ വാ, നമുക്ക് അവിടേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ തിരിച്ച് കാറിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ബാലചന്ദ്രൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ബോട്ടിൽ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിന്റെ മുഖമൊക്കെ ഒന്ന് കഴുകുക, ആകെ കരഞ്ഞ് ക്ഷീണമായിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് പോവല്ലോ, ഒന്ന് ഫ്രഷ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മുഖമൊക്കെ കഴുകുകയാണ്. എന്നിട്ടും അവളുടെ ഉള്ളിലെ ചോദ്യങ്ങൾ ബാക്കി. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛ എനിക്ക് ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട്. പപ്പയ്ക്ക് അറിയോ ഞാൻ അങ്ങോട്ട് വരുന്നത്? ഞാൻ ആരാണെന്ന് പപ്പയ്ക്ക് അറിയോ? എന്നെ മനസ്സിലാവോ കണ്ടാൽ? അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അറിയാം, ഞാൻ നിന്നെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. 3 ദിവസം എടുത്തു ആ ഒരു റിപ്ലൈ കിട്ടാനായിട്ട്. എന്തായാലും നീ അവിടെ സന്തോഷവതിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിൻ്റെ അച്ഛൻ്റെ അടുത്തല്ലേ, നീ അത്രയും സുരക്ഷിതയായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് സന്തോഷമല്ല കേട്ടോ, മറിച്ച് അവൾക്ക് പേടിയാണ്. കാരണം അച്ഛനുണ്ട് എന്ന് അവൾക്ക് അറിയാം എവിടെയെങ്കിലും, പക്ഷെ അത് ഇത്ര പെട്ടെന്ന്, അതും ഇങ്ങനെ ഒരു സങ്കടക്കടലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യം മുന്നിലേക്ക് വരികയാണല്ലോ. അപ്പോൾ അതെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ മനസ്സിനെ അവൾക്ക് പാകപ്പെടുത്താനും പറ്റുന്നില്ല കേട്ടോ. അത്ര അവൾ പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ വീണ്ടും ബാലചന്ദ്രനോട് തൻ്റെ ആദ്യമൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പപ്പയ്ക്ക് വേറെ കുടുംബമൊക്കെ ഉണ്ടെങ്കിലോ, ഭാര്യയും കുട്ടികളൊക്കെ, അപ്പോൾ അവർക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഈ ഒരു പ്രശ്നത്തിലൂടെ അല്ലേ ഇപ്പം ഞാൻ ഇത്രയും നാളും ഇവിടെ കടന്നു പോയത് നെടുമ്പുരയ്ക്ക്. അവിടുന്ന് ഞാൻ ആ ഇടകൂടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേറെ തീക്കൂടത്തിലേക്കാണോ ഞാൻ പോകുന്നത്? എനിക്കിതൊക്കെ ഓർത്തിട്ട് പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പപ്പ എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ, അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ വിഷമാവില്ലേ? പോട്ടെ, ഞാനൊരു
വേലക്കാരി ആയിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് ആ വീട്ടിലെ ജോലി മാത്രം ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ, മകളായിട്ടല്ല ഞാൻ കയറി ചെല്ലുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുക വെച്ചാൽ ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുമോ? അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ നെറ്റി ഒഴിയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഓ ഞാനിതൊന്നും അധികം ചിന്തിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം ഞാനത് ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല മോളെ, നമുക്ക് എന്തായാലും പോയി നോക്കാം, നീ സങ്കടപ്പെടണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പോഴും അലീൻ്റെ മനസ്സിൽ ഓർക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്വന്തം അച്ഛൻ്റെ മുന്നിൽ എത്തപ്പെട്ടിട്ടും അച്ഛന് തന്നെ സ്നേഹിക്കാൻ മനഃപൂർവ്വം പറ്റാതിരുന്നാൽ അതൊരു മകൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും കാലം അച്ഛനെ കാണാതെ നിന്നു, അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു സ്നേഹം കിട്ടാൻ കൊതിക്കില്ലേ? അതൊക്കെ അവളെ ഉള്ളിൽ കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇതെല്ലാം ബാലചന്ദ്രനും ആലോചിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രന് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. എന്തായാലും അവർ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്തായാലും സ്റ്റാലിനെ അവളെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവളെ സ്റ്റാലിനെ സ്നേഹിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വൈജയന്തി ഇനി തിരിച്ച് നെടുമ്പുരയ്ക്ക് വന്നു കഴിഞ്ഞാൽ മക്കൾ സ്വീകരിക്കുമോ, അതുപോലെ തന്നെ മക്കളോടുള്ള ഒരു പെരുമാറ്റം മാറുമോ, അതുപോലെ നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയെ അംഗീകരിക്കുമോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ട് തന്നെ അറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്